Writing. It's me Rajisha from Tijus Academy, Tiruvalla. Okay, let us wait a few seconds so that our students join our live session. Okay, in the last session, we have dealt with some common errors that occurs in our writing. Yes, Soni, good afternoon. Hope that live session is beneficial for you in your writing, and it helps you in not making further errors in your writing. Good afternoon, Arya, Soumya, Divya. Good afternoon to all. നമ്മൾ കഴിഞ്ഞ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് പിന്നീട് റൈറ്റിങ്ങിന് നന്നായിട്ട് ബെനിഫിഷ്യൽ ആകുന്നു എന്ന് ഒരുപാട് പേര് പറഞ്ഞു. ഇനി നിങ്ങൾ എഴുതുമ്പോഴും അതൊക്കെ ശ്രദ്ധിച്ച് എഴുതുമെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ അപർണ. ഗുഡ് ആഫ്റ്റർനൂൺ ലേഹ. ഐ എം ഡൂയിങ് ഗുഡ് ലേഹ. ഗുഡ് ആഫ്റ്റർനൂൺ വിദ്യ. What about you, Leha? How was your weekend? Okay. So, ഇന്ന് ഞാനൊരു കേസ് നോട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീക്കിൽ പഠിച്ച കാര്യങ്ങൾ ഇന്നത്തെ ലെറ്ററിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇൻ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. Yes. Good afternoon, Jinsi, Linda, Neetu, Jisha. Okay, see, നിങ്ങൾക്ക് റൈറ്റിംഗ് ടാസ്ക് കാണാമല്ലോ. നമുക്ക് കേസ് നോട്ടിലോട്ട് പോവാം. ഹായ് റാണി. ഹായ് ജോമോൾ. ഓക്കെ, let's see who our reader and in എന്താണ് നമ്മുടെ ടാസ്ക് എന്ന് നോക്കാം. Using the information in the case note, write a letter to Miss Elizabeth Charlotte, COVID-19 program coordinator and health educator, informing her about Michael's assessment findings. Okay, അപ്പോൾ ഇന്നൊരു നമ്മുടെ റീഡർ ആരാണ്? COVID-19 പ്രോഗ്രാം കോർഡിനേറ്റർ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേറ്റർ ആണ്. അപ്പോൾ വി ആർ ഇൻഫോമിങ് ഹെർ അബൌട്ട് മൈക്കിൾസ് അസസ്മെൻറ്റ് ഫൈൻഡിങ്. സോ നമുക്ക് നമ്മുടെ പേഷ്യൻറ്റ് മൈക്കിൾ ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. റീഡർ ഈസ് മിസ് എലിസബത്ത് ഷാർലറ്റ്. എന്താണ് ഡെസിഗ്നേഷൻ? COVID-19 പ്രോഗ്രാം കോർഡിനേറ്റർ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേറ്റർ. ഗുഡ് ആഫ്റ്റർനൂൺ സൂസൻ. ദെൻ വി ഹാവ് ഗിവൺ ദ അഡ്രസ് ഓഫ് Miss Elizabeth Charlotte. എന്താണ് അഡ്രസ് യുവർ ലെറ്റർ ടു ഫ്ലോറിഡ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത്, പെംബ്രോക്ക് ഫൈൻസ്, FL, യുണൈറ്റഡ് കിങ്ഡം തന്നിട്ടുണ്ട്. സോ ദ അഡ്രസ് ഈസ് ക്ലിയർ. എങ്ങനെ വരും അഡ്രസ്സ്? മിസ് എലിസബത്ത് ഷാർലറ്റ്, COVID-19 പ്രോഗ്രാം കോർഡിനേറ്റർ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേറ്റർ, ഫ്ലോറിഡ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത്, Pembroke Pines, FL, United Kingdom. So this is our address. Then move on to the beginning portion to see the patient details. Yes. So, yes, Panchu. Good afternoon. You are a nurse practitioner working at Diamond Bar High School, USA. So, nurse practitioner ആണ് റൈറ്റർ നമ്മൾ.
who is working with Diamond Bar High School, USA. അപ്പോൾ സ്കൂൾ നേഴ്സാണ് അല്ലേ, സ്കൂൾ നേഴ്സ് മാത്രമല്ല, ഷീ ഈസ് എ നഴ്സ് practitioner. Please tell me who is a nurse practitioner. What's the difference between a registered nurse and a nurse practitioner? See, the knowledge regarding the difference is very important in the perfect rendering of our letter. So please comment the difference between nurse practitioner and a nurse or a registered nurse. So today's writer is a nurse practitioner. Who actually she is? Difference? Nurse practitioner ആരാണ്? Yes, Arya has commented, nurse practitioner is equivalent to physician. Nurse practitioner act as a physician. Yes, ശരിയാണ്. അതായത് ഒരു ഹയർ ഡെസിഗ്നേഷൻ ഓഫ് നഴ്സാണ് എന്ത് നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. യെസ്, സൂസൻ ആൻഡ് ആര്യ, യു ആർ കറക്റ്റ്. യെസ്, അതായത് ഇക്വലൻ്റ് ടു ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ദേ ഹാവ് ദ റൈറ്റ് ടു പ്രിസ്ക്രൈബ് മെഡിക്കേഷൻസ്. ഓക്കെ, അപ്പം പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് ആർക്ക്, ഒരു നഴ്സ് പ്രാക്ടീഷണർ. അപ്പോൾ സോ നമ്മുടെ ഇന്നത്തെ റൈറ്റർ ഒരു ഹയർ ഡെസിഗ്നേഷനാണ്. റീഡർ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ആരായിരുന്നു, ഒരു ഹെൽത്ത് എഡ്യൂക്കേറ്റർ പ്ലസ് COVID-19 കോർഡിനേറ്ററാണ്. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്തെങ്കിലും മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ഡൗട്ട് നമ്മുടെ നഴ്സ് പ്രാക്ടീഷണർ ചെയ്യാം. ഓക്കെ ആണല്ലോ. ദെൻ ലെറ്റേഴ്സ് ഡേറ്റ് തന്നിട്ടുണ്ട്. ടുഡേയ്സ് ഡേറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ടുഡേയ്സ് ഡേറ്റ് 8 August 2022. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓഫ് ഡേറ്റിൽ തന്നെയാണ് ഇന്നത്തെ ഡേറ്റ് തന്നിരിക്കുന്നത്. അതായത് ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള ഫോർമാറ്റാണ്. നോ പങ്ക്ച്വേഷൻസ് ടു ബി യൂസ്ഡ്. ആ ഫോർമാറ്റിൽ തന്നെ നമുക്ക് കേസ് നോട്ടിൽ ഡേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റർ ഹെഡ് ഡേറ്റ് എന്ന് പറയുന്നത് 8 August 2022. Yes, Jomol, right. Nurse practitioner has the right to prescribe medication. Okay, so now move on to patient details. റോജർ മൈക്കിൾ ആണ് നമ്മുടെ പേഷ്യൻ്റ്. ജെൻഡർ മെയില്, DOB 17 November 2005 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റെഫറൻസ് ലൈനിലോട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്. സോ ക്യാൻ യു പ്ലീസ് കമൻറ്റ് ദ റെഫറൻസ് ലൈൻ ഓഫ് ടുഡേയ്സ് കേസ് നോട്ട്. റെഫറൻസ് ലൈൻ റോജർ മൈക്കിൾ, മെയിലാണ്, 17 November 2005 ആണ് ഇൻ ദ ഡേറ്റ് ഓഫ് ബർത്ത്. So is there any other details which is required to complete our reference line? Reference line എഴുതാനായിട്ട് ഈ ഇൻഫർമേഷനിൽ നിന്ന് വേറെ എന്തെങ്കിലും നമുക്ക് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? Please comment the reference line for our letter. ആര്യ റോജർ മൈക്കിൾ. ആര്യ റോജർ മൈക്കിൾ എന്ന് മാത്രം മതിയോ നമ്മുടെ കേസ് നോട്ടിൽ? ഒന്നുകൂടെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഒന്ന് അനലൈസ് ചെയ്ത കേസ് നോട്ടിനെ. വി ആർ ഡൂയിങ് ഓൺലി ദ ഫസ്റ്റ് റീഡിങ് നൗ. റോജർ മൈക്കിൾ, DOB 17 November 2005. Okay, Susmi also is telling Roger Michael, DOB 17 November 2005. Okay, so after DOB, make sure that there is a colon. Okay, colon വേണം. DOB 3 ലെറ്റേഴ്സും എന്താണ്, ക്യാപിറ്റൽ ആണ് വരേണ്ടത് കേട്ടോ. ഓക്കെ, so Susmi, please make sure that when you write the reference line, DOB has to be in capital letter. Yes. So Jomol title, George E. Francis has written it is Mr. So do you agree that it is Mr. or not? Jomon Kalangal also has commented reference line as RE colon Mr. Roger Michael, DOB 17 November 2005. Is it right or not? Whether title is needed or not? അതോ ടൈറ്റിൽ ഇല്ലാതാണോ വേണ്ടത്?
ഓക്കെ, എ ഗ്രേഡ് ടൈറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഫോർ ദിസ് കേസ് നോട്ട്, ഫോർ ദിസ് പേഷ്യൻറ്റ് വി നീഡ് ടു ഹാവ് ടൈറ്റിൽ. നോക്കിക്കേ, 17 നവംബർ 2005 ആണ് കുട്ടീൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ടുഡേയ്സ് ഡേറ്റ് എത്രയാണ്? 8 ഓഗസ്റ്റ് 2022. സോ ഹൗ ഓൾഡ് ഈസ് ഹീ? ഹൗ ഓൾഡ് ഈസ് അവർ പേഷ്യൻറ്റ്? What is the age of our patient as per the details given in the case note? "17." Yes, Bhagavati Raj, you are right. 17. So 17 ആകുമ്പോൾ major or minor? 17 and above is major or minor? Yes, major. Yes, major ആണ്. 17 and above patient is major. So major ആകുമ്പോൾ എന്ത് വേണം? ടൈറ്റിൽ വേണം. ഓക്കെ, സോ മെയിൽ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നത് എന്താണ്? മിസ്റ്റർ ആണ്. സോ മിസ്റ്റർ റോജർ മൈക്കൽ, 1 finger gap, DOB 17 നവംബർ 2005. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലൈനിൽ എഴുതാം എന്ത്? DOB എന്നുള്ളത് 17 നവംബർ 2005 എന്നുള്ളത്. സോ ഇതാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അനലൈസിങ് ദ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഹൈസ്കൂളിലാണ് കുട്ടിയെന്ന് കണ്ടതുകൊണ്ട് ഉടനെ നമ്മൾ ടൈറ്റിൽ ഇല്ലാതെ എഴുതിപ്പോയി അല്ലേ? ബട്ട് ബി വെരി കെയർഫുൾ ഇൻ അനലൈസിങ് ദ ഏജ് കേട്ടോ. സോ DOB ആണ് തന്നിരിക്കുന്നതെങ്കിൽ DOBയും ഇന്നത്തെ ഡേറ്റും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വെദർ അവർ പേഷ്യൻ്റ് ഈസ് മേജർ ഓർ മൈനർ എന്നുള്ളത് കേട്ടോ. അതിനുശേഷം മാത്രം ഇതൊക്കെ ഫസ്റ്റ് റീഡിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട ഡീറ്റെയിൽസിൻ്റെ അനാലിസിസ് ആണ്. ഓക്കെ, ഇല്ലെങ്കിൽ ത്രൂ ഔട്ട് ഇനി ലെറ്റർ എഴുതുമ്പോഴും നമ്മൾ ടൈറ്റിൽ ഇല്ലാതെ എഴുതും. ബോഡി പാരഗ്രാഫിൻ്റെ കൺസ്ട്രക്ഷനിൽ പേഷ്യൻ്റെ പേര് ഫസ്റ്റ് നെയിം ആയിട്ടൊക്കെ പോകും. ഇനിയിപ്പോൾ നമുക്ക് ഈ കേസ് നോട്ടിൽ ബോഡി പാരഗ്രാഫിൽ കുട്ടിയുടെ പേര് എങ്ങനെയാണ് എഴുതി പോകേണ്ടത്? ബോഡി പാരഗ്രാഫിൽ ഹൗ ഡു വി വാണ്ട് ടു അഡ്രസ് ദിസ് ചൈൽഡ്? റോജർ മൈക്കലിനെ എങ്ങനെയാണ് ബോഡി പാരഗ്രാഫ് എഴുതി പോകേണ്ടത്? Please comment how we can write our patient's detail in body paragraph. Yes, Jomon, you are right. Mr. Michael എന്നാണ് നമുക്ക് ബോഡി പാരഗ്രാഫ് എഴുതേണ്ടത്. ആൻഡ് ഇൻ ദ റെഫറൻസ് ആൻഡ് ഇൻ ഇൻട്രൊഡക്ഷൻ ഇറ്റ് ഹാസ് ടു ബി മിസ്റ്റർ റോജർ മൈക്കൽ. ഓക്കെ, അപ്പോൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് ഓഫ് കേസ് നോട്ട് ബിഫോർ വി പ്രൊസീഡ് വിത്ത് റൈറ്റിംഗ് ആണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. എപ്പോഴും ഒരു മിനിമം 3 times വായിച്ച് ഇതുപോലത്തെ ഡീറ്റെയിൽസ് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റാർട്ട് വിത്ത് റൈറ്റിംഗ്. ഓക്കെ, അത് ഈവൻ നമ്മുടെ കേസ് നോട്ടിൻ്റെ ഡേറ്റ്, ലെറ്ററിൻ്റെ ഡേറ്റ് മുകളിൽ എഴുതുന്നത് മുതൽ എന്തിന് ശേഷം മാത്രം? ആഫ്റ്റർ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീഡിങ് ഓഫ് ദ കേസ് നോട്ട്. ഓക്കെ, യെസ്. യെസ് റാണി, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, മിസ്റ്റർ മൈക്കൽ ആണ് ബോഡി പാരഗ്രാഫിൽ വേണ്ടത്. ഓക്കെ, ദെൻ ഹീസ് എ ഗ്രേഡ് 12 സ്റ്റുഡൻ്റ് ആണ്. ഫാദർ മാർക്കറ്റിംഗ് മാനേജർ, മദർ ഹോം മേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ വാസ് ഇൻ കാനഡ ലാസ്റ്റ് വീക്ക് അറ്റൻഡിങ് എ മാരേജ് സെർമണി. അപ്പോൾ ആരാണ് കാനഡയിലായിരുന്നത് ലാസ്റ്റ് വീക്ക്? റോജർ വാസ് ഇൻ കാനഡ ലാസ്റ്റ് വീക്ക് അറ്റൻഡിങ് എ മാരേജ് സെർമണി. നോ സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ COVID-19 കേസസ് ഇൻ നെയ്ബർഹുഡ്. അപ്പോൾ നമ്മൾ റീഡറിനെ കണ്ടതായിരുന്നു എന്താണ്? COVID-19 കോർഡിനേറ്റർ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേറ്ററാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലായിട്ടുണ്ട് സംതിങ് റിലേറ്റഡ് ടു COVID-19 ആണ് കേസ് നോട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ സോ അവർ പേഷ്യൻറ്റ് റോജർ മൈക്കൽ ഹാസ് അറ്റൻഡഡ് എ മാരേജ് സെർമണി ഇൻ കാനഡ ലാസ്റ്റ് വീക്ക് ആൻഡ് ഹാസ് നോ സോഷ്യൽ ഐസൊലേഷൻ. സോ നമുക്കത് റെലവൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ? സോ വി വോണ്ട് ടു ഹാവ് ദാറ്റ് പോയിൻറ്റ് ഇൻക്ലൂഡഡ് ഇൻ അവർ റൈറ്റിംഗ് വെൻ വി കം ടു ദ ബോഡി പാരഗ്രാഫ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ ഫർദർ ഡീറ്റെയിൽസ് ഇൻ ദ കേസ് നോട്ട്. Then immunization history of Roger. Yes, annual flu vaccination എടുക്കുന്നതാണ്. Pneumococcal vaccination every 5 years.
But that is all about immunization history. Please tell me whether those immunization history details are relevant in our letter or not. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, വേണോ നമ്മൾ എഴുതണോ? സോഷ്യൽ എന്തായാലും കൺസ്ട്രക്റ്റ് ചെയ്യണം. So do we want to include details regarding that annual flu vaccination and pneumococcal vaccination every 5 years? What do you think? Is that a relevant point or not? Yes, we want to include the flu vaccination details into the letter. Yes, Janet, Neetu, you are right. We want to include those details. Okay. So before that, let me ask you, നമ്മൾ വായിച്ച റൈറ്റിംഗ് ടാസ്കിൽ നിന്നും പേഷ്യൻ്റ് ഡീറ്റെയിൽസ് വായിച്ചു അല്ലേ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് എങ്ങനെയായാലും എന്താണ് ഒരു അൺനോൺ കേസ് ലെറ്ററാണ്. ഇറ്റ്സ് നോട്ട് എൻ നോൺ കേസ് ലെറ്റർ. സോ വി വോണ്ട് ടു ഇൻക്ലൂഡ് സോഷ്യൽ. സോ സോഷ്യലിലോട്ട് പോകുന്ന എന്താണ് പോയിൻറ്റ്സ് ആണ് ഇമ്മ്യൂണൈസേഷൻ ഡീറ്റെയിൽസ്. അതായത് യെസ് ആര്യ കറക്റ്റ്, ഹീസ് അപ് ടു ഡേറ്റ് വിത്ത് ഹിസ് വാക്സിനേഷൻ സ്കെഡ്യൂൾ എന്നുള്ളതാണ്. എല്ലാ വാക്സിനേഷൻസും കറക്റ്റായിട്ട് എടുക്കുന്ന കുട്ടിയാണ് എന്നുള്ളതാണ്. ദെൻ സീ ദ കോൺട്രഡിക്ഷൻ. അതിലൊരു കോൺട്രഡിക്ഷൻ ഫാക്ടറിലോട്ടാണ് നമ്മളിപ്പോൾ വരുന്നത്. എന്താണ്? ഫാമിലി വറീഡ് അബൌട്ട് ദ സൈഡ് എഫക്ട്സ് ഓഫ് വാക്സിനേഷൻ ഫോർ കോവിഡ്. ഇപ്പം നമുക്കൊക്കെ അറിയാവുന്നതാണ് വാക്സിൻ ഫോർ കോവിഡ് ഉണ്ട്. ഒരു റെഗുലറായിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ വാക്സിനേഷനും കുട്ടിക്ക് എടുക്കുന്നതാണ്. ബട്ട് ഫാമിലി വറീഡ് അബൌട്ട് ദ സൈഡ് എഫക്ട്സ് ഓഫ് വാക്സിനേഷൻ ഫോർ കോവിഡ്. അപ്പോൾ അത് എടുക്കാനായിട്ട് ഓബ്വിയസ്ലി അവർക്ക് എന്തുണ്ടായിരിക്കും? ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. സോ ദാറ്റ് ഓൾസോ ഇസ് എ റെലവൻറ്റ് പോയിൻറ്റ്. ഓക്കെ. Then whole family COVID-19 7 months ago. So this is for the second time that the patient or Roger is having COVID-19. 7 months ago already vandittulana. So all those 4 points are relevant in our letter. Adelo? Yes. Okay. Then see, that is all those are points that we can bring to the social paragraph. Alle? Then recent nursing notes എന്താണെന്ന് നോക്കിക്കേ. The date is 5th August 2022. So today's date is 8th August. So we are going to analyze something which has happened 3 days before. Okay. What happened? Roger developed dry cough, low-grade fever, congestion and sore throat. Reported to school nurse. സോ ആരുടെ അടുക്കലാണ് കുട്ടി റിപ്പോർട്ട് ചെയ്തത്? റോജർ റിപ്പോർട്ടഡ് ഹിസ് കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ പ്രസൻറ്റഡ് വിത്ത് ദ കംപ്ലയിൻറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അല്ലേ? അഡ്മിഷൻ കേസ് നോട്ടാണോ ഇത്? പ്ലീസ് ടെൽ മീ വെദർ ദ കേസ് നോട്ട് ദാറ്റ് വി ആർ ഡിസ്കസിങ് നൗ ഈസ് അഡ്മിഷൻ കേസ് നോട്ട് അതോ പ്രസൻറ്റഡ് വിത്ത് ആണോ? യെസ് സോണിയ, സ്കൂൾ നഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്കൂൾ നഴ്സ് തന്നെയാണോ നമ്മുടെ റൈറ്ററായിട്ടുള്ള നഴ്സ് പ്രാക്ടീഷണർ? വാട്ട് ഡു യു തിങ്ക്? നമ്മൾ വായിച്ചത് ഷീ ഈസ് വർക്കിംഗ് ഇൻ ദാറ്റ് സ്കൂൾ എന്നല്ലേ പറഞ്ഞത്? യെസ്, അതെ കേട്ടോ. സോ നമ്മുടെ റൈറ്ററുടെ അടുക്കലാണ് ചെന്നത്. ഇത് പ്രസൻറ്റഡ് വിത്ത് ആണ്. വെരി ഗുഡ്, പ്രസൻറ്റഡ് വിത്ത് ആണ്. അൺലെസ് ദർ ഇസ് നോ അഡ്മിഷൻ ഡേറ്റ് കേസ് നോട്ടിലില്ല എങ്കിൽ നമുക്ക് എന്തെഴുതാൻ പറ്റുകയില്ല? വാസ് അഡ്മിറ്റഡ് എന്ന് എഴുതാൻ പറ്റുകയില്ല. ഇത് സ്കൂൾ നഴ്സിൻ്റെ അടുക്കലാണ് ചെന്നതുകൊണ്ടും കുട്ടി എന്താണ് പ്രസൻറ്റഡ് വിത്ത് ആണ്, വിത്ത് കംപ്ലയിൻറ്റ്സ് ആണ്. ഓക്കെ. സോ നമ്മളൊക്കെ എങ്ങനെ എഴുതാം? ബോഡി പാരഗ്രാഫ് എങ്ങനെ തുടങ്ങാനായിട്ട് പറ്റും? ഓൺ 5th August 2022 മിസ്റ്റർ മൈക്കിൾ അല്ലേ? മിസ്റ്റർ മൈക്കിൾ പ്രസൻറ്റഡ് വിത്ത് പ്ലീസ് ടെൽ മീ ആ സിംറ്റംസിൽ ഏതൊക്കെയാണ് കൗണ്ടബിൾ സിംറ്റംസ് എന്നൊന്ന് പറയാമോ? ഡ്രൈ കഫ് ഉണ്ട്, ലോ ഗ്രേഡ് ഫീവർ ഉണ്ട്, കൺജഷൻ ഉണ്ട്, സോർ ത്രോട്ട് ഉണ്ട്. സോ വി വോണ്ട് ടു കൺസ്ട്രക്ട് അവർ സെൻറ്റൻസ് അല്ലേ? നമ്മുടെ റൈറ്റിങ്ങിലെ ഫസ്റ്റ് സെൻറ്റൻസ് എഴുതാൻ പോവുകയാണ്. എന്ത്? ഓൺ 5th August 2022 മിസ്റ്റർ മൈക്കിൾ പ്രസൻറ്റഡ് വിത്ത് ദ കംപ്ലയിൻറ്റ്സ് ഓഫ് അല്ലേ?
അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കംപ്ലയിൻസ് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ, വെദർ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ സിംറ്റം എന്നുള്ളതാണ്. ഇതിൽ ആരൊക്കെയാണ് കൗണ്ടബിൾ സിംറ്റം, ആരൊക്കെയാണ് അൺകൗണ്ടബിൾ സിംറ്റംസ് എന്നൊന്ന് പറഞ്ഞ് പ്ലീസ് കമൻറ്റ് ദ കൗണ്ടബിൾ സിംറ്റംസ് ഇൻ ദാറ്റ് ലിസ്റ്റ്. Yes, Susan Drykoff countable. Sonia, can you please clarify presented at admission? Yes, Sonia. See, presented with എന്ന് പറഞ്ഞാൽ അതിൽ അഡ്മിഷൻ ഇല്ല. ഓക്കെ, ഇതിപ്പം ഒരു ഒ പിയിൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പേഷ്യൻ്റ് വരുന്നു, ഇന്ന കംപ്ലയിൻസ് ഉണ്ടെന്ന് പറയുന്നു, അന്ന് തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് കൊടുക്കുന്നു, പോകുന്നു. സോ ദർ ഇസ് നോ അഡ്മിഷൻ. വേറസ് വാസ് അഡ്മിറ്റഡ് എന്ന് നമുക്ക് എഴുതണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 24 hours എങ്കിലും ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ കേസ് നോട്ട് നമ്മൾ വാസ് അഡ്മിറ്റഡ് എഴുതുന്നത്. അപ്പോൾ അതെങ്ങനെ കേസ് നോട്ടിൽ നിന്ന് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഒന്നുകിൽ അഡ്മിഷൻ ഡേറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ വാർഡിലാണ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കേസ് നോട്ടിൽ കാണും. അതർവൈസ് ഇറ്റ് വിൽ ബി എ പ്രസൻറ്റിംഗ് ദ കംപ്ലയിൻറ്റ് കേസ് നോട്ടായിരിക്കും. അതായത് വരുന്നു, കംപ്ലയിൻറ്റ്സ് അവതരിപ്പിച്ചു, എന്താണോ അതിൻ്റെ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കൊടുത്തു, അന്ന് തന്നെ പേഷ്യൻ്റ് തിരികെ പോകുന്നതാണ് എന്ത് പ്രസൻറ്റഡ് എന്നുള്ളത്. ഓക്കെ, സോ പ്രസൻറ്റഡ് വിത്തും അറ്റ്ലീസ്റ്റ് 24 hours എങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാസ് അഡ്മിറ്റഡും ആണ് എഴുതേണ്ടത്. ഓക്കെ, യെസ്. സോ ഐ എം ഗെറ്റിംഗ് ദ ആൻസേഴ്സ് ഫോർ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ സിംറ്റംസ്. ഇതിൽ ഡ്രൈ കോഫ്, ലോ ഗ്രേഡ് ഫീവർ, സോർ ത്രോട്ട് ഇത്രയും കൗണ്ടബിൾ ആണെന്ന് പറയുന്നുണ്ട്. ചിലർ ഡ്രൈ കോഫ് ആൻഡ് ഫീവർ മാത്രമേ കമൻറ്റ് ചെയ്യുന്നുള്ളൂ. സി സോർ ത്രോട്ട് ഓൾസോ ഈസ് a countable symptom. So we have cough, fever and sore throat എന്താണ് കൗണ്ടബിൾ ആണ്. ഓക്കെ, ബാക്കി അൺകൗണ്ടബിളും. അപ്പോൾ എങ്ങനെയാണ് when we are writing a mixture of countable and uncountable symptom, always it is better for us to write the uncountable symptoms first and then moving on to the countable. അങ്ങനെ എഴുതുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ, സോ എങ്ങനെ എഴുതാം നമുക്ക്? Presented with the congestion, a low grade fever, cough and sore throat. Clear ആണോ? Is that clear? എങ്ങനെയാണ് നമ്മൾ കൺജഷനെ ആദ്യം കൊണ്ടുവന്നത്, എങ്ങനെയാണ് നമ്മൾ ബാക്കി 3 പേരെയും ലാസ്റ്റിലോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ്. കൺജഷനാണ് അതിൽ എന്തായിട്ട് വന്നിരിക്കുന്നത്? അൺകൗണ്ടബിൾ സിംറ്റമായിട്ട് വന്നിരിക്കുന്നത്. യെസ്. അപ്പോൾ എങ്ങനെ എഴുതി? കൺജഷൻ, എ ഡ്രൈ കോഫ്, ലോ ഗ്രേഡ് ഫീവർ ആൻഡ് സോർ ത്രോട്ട്. വീണ്ടും നമ്മൾ എ എന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എ ഡ്രൈ കോഫ്, എ ഫീവർ, എ സോർ ത്രോട്ട് എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? പ്ലീസ് ടെൽ മീ വെദർ വി നീഡ് ടു റിപ്പീറ്റ് ദ ആർട്ടിക്കിൾ ആസ് എ വിത്ത് ഓൾ ദ കൗണ്ടബിൾ സിംറ്റംസ്, ഓർ ഒരിടത്ത് ആദ്യം മാത്രമേ ഇട്ടിട്ട് കൗണ്ടബിൾ സിംറ്റംസിനെ കോമ ഇട്ട് എഴുതിയാൽ മതിയോ? So how you will do? Yes, Neha, Asha, Siddharth, everyone is telling no need of repeating. Okay, so നമുക്ക് നമ്മുടെ സിംറ്റംസ് എല്ലാം കൗണ്ടബിൾ ആണെങ്കിൽ ആദ്യം മാത്രം ആർട്ടിക്കിൾ ഇട്ടിട്ട് ബാക്കി എന്ത് ചെയ്താൽ മതി? കംപ്ലയിൻസിൻ്റെ പേര് എഴുതി പോയച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ഫീവർ, കോഫ്, സോർ ത്രോട്ട്, ഹെഡ് ഏക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രസൻറ്റഡ് വിത്ത് എ ഫീവർ, കോമ കോഫ്, കോമ സോർ ത്രോട്ട് ആൻഡ് ഹെഡ് ഏക്ക് മതി. ഓക്കെ, വീണ്ടും നമ്മൾ ആർട്ടിക്കിൾ ഇടേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ ആണല്ലോ? അതായത് മുമ്പേ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ഒരിടത്ത് കോമൺ ആയിട്ട് ആർട്ടിക്കിൾ ഇട്ടാൽ അത് ദാറ്റ് ഗോസ് വിത്ത് ഓൾ ദി സിംറ്റംസ്. അതുകൊണ്ടല്ലേ നമ്മൾ കൺജഷനെ ആദ്യം എഴുതിയിട്ട് പിന്നീട് കൗണ്ടബിൾ സിംറ്റംസിനെ എഴുതി. ക്ലിയർ ആണോ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാമേ. പേഷ്യൻ്റ് ഒരു പ്രസൻറ്റിങ് കംപ്ലയിൻറ്റിൽ നമുക്ക് കേസ് നോട്ടിൽ കാണുകയാണ് നോ വെയ്റ്റ് ലോസ്, ആപ്പറ്റൈറ്റ് എന്ന് കൊടുത്തിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? നോ വെയ്റ്റ് ലോസ്,
പിന്നെന്താണ് പറഞ്ഞിരുന്നത്? ആപ്പറ്റൈറ്റ്. ഇത് രണ്ടും ഇല്ല എന്നാണ് കേട്ടോ, ഇല്ല എന്നാണ്, രണ്ടിനും പോകുന്നുണ്ട്. അപ്പോൾ ചിലർ എഴുതുമ്പോൾ ആപ്പറ്റൈറ്റ് പ്രസൻറ്റിങ് കംപ്ലയിൻ്റ് ആയിരുന്നു എന്ന് എഴുതി വെക്കുന്നുണ്ട്, ലോസ് ഓഫ് ആപ്പറ്റൈറ്റ്. പക്ഷേ ഇത് രണ്ടിൻ്റെയും ഇല്ല എന്നാണ്. സോ ഇതുപോലത്തെ നോയ അല്ലെങ്കിൽ ആർട്ടിക്കിളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരുടെ കൂടെയും പോകും കേട്ടോ. യെസ്, അപ്പോൾ ശരിയാണ്. ഹൗ ടു കൗണ്ട് സോർ ത്രോട്ട് എന്നാണ്. സോർ ത്രോട്ട് ഉണ്ടല്ലോ, അത് കൗണ്ടബിൾ ആണ്, സോറായിട്ടുള്ള ഒരു ത്രോട്ട് എന്നാണ്, അല്ലാതെ സിവിയറിറ്റി വെച്ചിട്ടല്ല കേട്ടോ. യെസ്, സോ പ്രസൻറ്റഡ് വിത്ത് ദ കംപ്ലയിൻസ് ഓഫ് കൺജഷൻ, എ ഫീവർ, ഡ്രൈ കോഫ് ആൻഡ് സോർ ത്രോട്ട്. കറക്റ്റ്. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കണം വെൻ വി മേക്ക് എ സെൻറ്റൻസ്. ആർട്ടിക്കിളിൻ്റെ പ്രിസിഷൻ ആസ് ഐ സേ എവ്രി ടൈം എന്താണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ, അത് ശ്രദ്ധിച്ചു വേണം എഴുതാൻ. സോ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഹി റിപ്പോർട്ടഡ് ടു സ്കൂൾ നഴ്സ് എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ പ്രസൻറ്റഡ് വിത്ത് എഴുതി കഴിഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഫീവറൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് ആദ്യം കുട്ടിക്ക് എന്താ കൊടുത്തത്? ഹി വാസ് മാനേജ്ഡ് വിത്ത് എന്നോ അല്ലെങ്കിൽ ഹി വാസ് അഡ്മിനിസ്റ്റേർഡ് ആൽവഡോൺ 500 mg എന്ന് എഴുതാം. പാരസെറ്റാമോളിൻ്റെ ഒരു ടാബ്ലറ്റ് ആണ് അല്ലേ. സോ ആൽവഡോൺ 500 mg കൊടുത്തു. ദെൻ ഡയഗ്നോസിസ്, ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ഡയഗ്നോസിസ്. എന്താ എഴുതിയിരിക്കുന്നത്? ക്വയറി ഓഫ് COVID-19 എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? അന്ന് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വന്നപ്പോൾ എന്താണ് ക്വയറി ഓഫ് COVID-19? ഹൗ ക്യാൻ വി അനലൈസ് ക്വയറി ഇൻ അവർ കേസ് നോട്ട്? ഇതെങ്ങനെ നിങ്ങൾ എഴുതും? അതായത് പ്രസൻറ്റിങ് കംപ്ലയിൻറ്റിൻ്റെ ദിവസമാണ്, 5th ഓഗസ്റ്റിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ക്വയറി COVID-19 എന്ന്. വാട്ട് ആർ അൺകൗണ്ടബിൾ സിംറ്റം? നമുക്ക് കൗണ്ടബിൾ അൺകൗണ്ടബിൾ എന്ന് പറയും നൗൺസ് കേട്ടോ. അതിൽ നമുക്ക് എണ്ണാൻ പറ്റുന്നവരെയാണ് കൗണ്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, സസ്പെക്റ്റഡ് ടു ഹാവ് COVID-19 ആണേ. ഞാൻ ചോദിക്കട്ടെ, ഹി ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് COVID-19 ആണോ? ഹി വാസ് സസ്പെക്റ്റഡ് ടു ഹാവ് COVID-19 ആണോ? ഇവിടെ എഴുതേണ്ടത് ഡേറ്റ് അനലൈസ് ചെയ്ത് നിങ്ങളൊന്ന് പറയുമോ? ഇത് 5th ഓഗസ്റ്റിലെ കാര്യമാണ്. താഴോട്ടുള്ള കാര്യം നിങ്ങൾ കണ്ടിട്ടില്ല, ശരിയാണ്. എങ്കിലും ഇന്ന് ടുഡേയ്സ് ഡേറ്റ് നമ്മൾ 8 കണ്ടുവല്ലോ, 8th ഓഗസ്റ്റ് കണ്ടു. എന്നാൽ ഈ പറയുന്നത് 5th ഓഗസ്റ്റിലെ കാര്യമാണ്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ദ സ്റ്റേറ്റസ് ഓഫ് 8th. നമ്മൾ അഞ്ചാം തീയതിയിലെ കാര്യമായിട്ടാണ് അത് എഴുതുന്നതെങ്കിൽ ഹി ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് ആണോ അതോ ഹി വാസ് സസ്പെക്റ്റഡ് ടു ഹാവ് ആണോ എഴുതേണ്ടത്? എങ്ങനെയൊക്കെ ഡീറ്റെയിൽസ് അനലൈസ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. യെസ്, ഇത് 3 ദിവസം മുമ്പുള്ള കാര്യമായതുകൊണ്ട് ഇന്നത്തെ കാര്യം ഇന്നാണ്. ഇപ്പോൾ 8th ഓഗസ്റ്റിൻ്റെ അവിടെയാണ് ഡയഗ്നോസിസ് ക്വയറി COVID-19 എന്നായിരുന്നെങ്കിൽ നമുക്ക് എഴുതാമായിരുന്നു ഈ സസ്പെക്റ്റഡ് ടു ഹാവ് എന്ന്. പക്ഷേ 5-ാം തീയതി അന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്നാണ് എന്ത് COVID-19 ആണോ എന്നുള്ളത് കേട്ടോ, 5-ാം തീയതി. ഓക്കെ, സോ അതുകൊണ്ട് എന്താ ചെയ്തത്? സാമ്പിൾ സെൻറ്റ് ഫോർ PCR. അത്രയും വരെ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ. ഓക്കെ, സോ ദ സാമ്പിൾ വാസ് സെൻറ്റ് ഫോർ PCR. ഇനിയും ആയിരിക്കാം എന്ത് വരുന്നത്? അപ്പോൾ 5th ഓഗസ്റ്റ് നമ്മുടെ ലെറ്ററിൻ്റെ ടുഡേയ്സ് ഡേറ്റ് 8 ആണ് കേട്ടോ. 8ലെ കാര്യം എന്താണെന്ന് നമ്മൾ ഇതുവരെ അപ്ഡേറ്റഡ് ആയിട്ടില്ല. നമുക്ക് നോക്കാം എന്താണ്, അത് കൺഫേംഡ് ആയോ അതോ സസ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നോ. ബട്ട് ആസ് സച്ച് അക്കോർഡിംഗ് ടു ദ കേസ് നോട്ട് 3 ദിവസം മുമ്പ് അവന് കോവിഡ് ആണോ എന്ന് സംശയിച്ചിരുന്നു എന്നാണ്. സോ വരേണ്ടത് എന്താണ്? വാസ് സസ്പെക്റ്റഡ് ടു ഹാവ് ആണ് കേട്ടോ. യെസ്, നമുക്ക് നോക്കാം ഇപ്പോഴും അത് ഈസായിട്ട് തന്നെ നിൽക്കുന്നു അത് കൺഫേം ആയോ നോക്കാം. എന്തായാലും സാമ്പിൾ സെൻറ്റ് ഫോർ PCR ആണ്. ലെറ്റ്സ് സീ ദ ഡീറ്റെയിൽസ്. ഓക്കെ, അത് കഴിഞ്ഞ് തന്നിരിക്കുന്നത് എന്താണ്? 8th ഓഗസ്റ്റ് 2022 ആണ് കേട്ടോ. 8th ഓഗസ്റ്റ് 2022 റിസൾട്ട് വന്നു. എന്താണ്? കുട്ടി കോവിഡ് പോസിറ്റീവാണ്. അപ്പോൾ പിന്നെ നമ്മൾ വാസ് സസ്പെക്റ്റഡ് ടു ഹാവ് എന്താണ് COVID-19 എന്നുള്ള കാര്യം ഇൻട്രോയിൽ എഴുതേണ്ട കാര്യമുണ്ടോ? ഐ എം ആസ്കിങ് അബൌട്ട് ഇൻട്രോ കേട്ടോ. നമ്മൾ ഇൻട്രോയുടെ സെറ്റിങ്ങിലോട്ടാണ് വരുന്നത്. ഹൗ വി ക്യാൻ കൺസ്ട്രക്ട് ദ ഇൻട്രോ എന്നുള്ളതാണ്. സോ പ്ലീസ് ടെൽ മീ വെദർ വി വോണ്ട് ടു റൈറ്റ് ഹീ വാസ് സസ്പെക്റ്റഡ് അല്ലെങ്കിൽ ഹീ ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് COVID-19 നമ്മുടെ ഇൻട്രോ പാരഗ്രാഫിൽ എഴുതണോ? യെസ് സൂസൻ, നോ നീഡ്. അപ്പം ഞാനൊന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞോട്ടെ. ഇതിൻ്റെ കാര്യം മാത്രമല്ല, പേഷ്യൻസ് ആദ്യം വരുമ്പോൾ കുറച്ച് കംപ്ലയിൻറ്റ്സ് വരും. ശ്രദ്ധിച്ച് കേൾക്കണേ, കുറച്ച് കംപ്ലയിൻറ്റ്സ് വരും. ഇങ്ങനത്തെ കേസ് നോട്ടുകളുണ്ട്. ഇത് നന്നായിട്ട് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഇന്ന കംപ്ലയിൻറ്റ്സ് പറഞ്ഞു, അപ്പോൾ ഒരു സംശയമുണ്ടായിരുന്നു എന്ന് കാണും. അത് കഴിഞ്ഞിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് താഴോട്ട് നടത്തിയിട്ട് ഇതിനെ കൺഫേംഡ് ആക്കിയിട്ടുണ്ടായിരിക്കും.
പലരും ആ ഭാഗം ശ്രദ്ധിക്കാറില്ല. ആ ക്വയറി വെച്ച് ഇൻട്രൊഡക്ഷൻ എഴുതി പോകാറുണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അശ്രദ്ധ എന്ന് കൂടുതൽ പറയാനില്ല, അല്ലെങ്കിൽ ഒരു തവണ കേസ് നോട്ട് വായിച്ചെഴുതുന്നത് കൊണ്ടൊക്കെയാണ്. സോ നമ്മുടെ കേസ് നോട്ടിൽ ബിഗിനിങ്ങിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പിന്നീട് അത് കൺഫേംഡ് ആയിട്ടുണ്ട് എങ്കിൽ എപ്പോഴും നമ്മൾ ആ കൺഫർമേഷൻ്റെ കാര്യം എഴുതിച്ചാൽ മതി. വി ഡോണ്ട് വാണ്ട് ടു മെൻഷൻ അബൌട്ട് ആ സംശയം കേട്ടോ. ഇപ്പോൾ പേഷ്യൻ്റ് അബ്ഡോമിനൽ പെയിനുമായിട്ടാണ് വന്നത് എന്ന് വെച്ചോ, എന്നിട്ട് അവിടെ വന്നപ്പോൾ കൊയറി ഹെർണിയ എന്നുണ്ട്, പിന്നീട് താഴോട്ട് വന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ പേര് അതിൻ്റെ താഴെ ഹെർണിയ എന്നാണ് എങ്കിൽ അത് കൺഫേം ചെയ്തു എന്നാണ്. സോ ഈ പറഞ്ഞതുപോലെ ഐ എം ഗെറ്റിംഗ് മെനി കമൻറ്റ്സ് ദാറ്റ് ഹി ഹാസ് കോവിഡ് എന്നുള്ളത്. അപ്പം ഹാസ് ആണ് എഴുതേണ്ടത്, ഉണ്ട് എന്നുള്ളത് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം നന്നായിട്ട് വായിക്കണം. ഒരു ക്വയറി മാത്രം കണ്ടുകൊണ്ട് അതിനെ അനലൈസ് ചെയ്യരുത്. ക്വയറി ആയിട്ട് നിൽക്കുമ്പോൾ സസ്പെക്റ്റഡ് ടു ഹാവ് എന്നാണ്, ബട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിലൂടെ ഇത് കൺഫേംഡ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇഫ് ദാറ്റ് സസ്പിഷൻ ഇസ് കൺഫേംഡ്, നമ്മൾ അഗെയിൻ വി ഡോണ്ട് വാണ്ട് ടു മെൻഷൻ സസ്പിഷൻ. ഓക്കെ, ആൻഡ് സൂസൻ, ആര്യ ആൻഡ് someone else also has commented he was diagnosed with COVID-19. Let me ask you, നമ്മുടെ ലെറ്ററിൻ്റെ ഡേറ്റ് നമ്മൾ കണ്ടായിരുന്നല്ലോ, 8 August 2022 ആണ് കേട്ടോ. സോ ടുഡേ ഓൾസോ 8 August 2022, അത് 8 August 2022 ആണേ, 12 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നാണ് എന്ത് വന്നിരിക്കുന്നത്, കൺഫേംഡ് ആയിരിക്കുന്നത്. സോ ഇറ്റ് വാസ് ഡയഗ്നോസ്ഡ് വിത്ത് COVID-19 ആണോ? Is it he was diagnosed with the COVID-19 ആണോ? Please comment me whether it is was diagnosed. ഇത് കറക്റ്റ് ആണോ? നമ്മൾ പല ലൈവിലും പറഞ്ഞ കാര്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ വാസ് ഡയഗ്നോസ്ഡ് എന്താണ്, ഹാസ് ബീൻ എന്താണ് എന്നുള്ളത്. റിയ ഈസ് ഡയഗ്നോസ്ഡ് എഴുതില്ല, ഒന്നുകിൽ വാസ് ഡയഗ്നോസ്ഡ് അല്ലെങ്കിൽ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ്. ഇവിടെ എന്തെഴുതാം? So my question is between was diagnosed and has been diagnosed. Okay, we will come to has. എന്താണ് ഈ റീസെൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചാൽ എന്താ എഴുതേണ്ടത്? ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ആണ് കേട്ടോ. സോ ഫോർ റീസെൻ്റ് ഡയഗ്നോസിസ് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു റൈറ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ്. ഓക്കെ, ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത്. വാസ് ഡയഗ്നോസ്ഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ എപ്പോഴോ ആണ്, പേഷ്യൻ്റ് സ്റ്റേബിൾ ആണ് എന്നായി പോകും. പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റുകയില്ല. ഇന്ന് തന്നെ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യത്തിന് അത് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ 2 തരത്തിൽ എഴുതാം. ഒന്നുകിൽ എന്താണ്, ഹി ഹാസ് എഴുതാം. ഹാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്ത് പേഷ്യൻറ്റിനെ വിടുമ്പോൾ അതുപോലെയുള്ള കണ്ടീഷൻസിന് എന്തെഴുതാം, ഹാസ്, അതായത് ഉണ്ട്. പിന്നെ റീസെൻ്റായിട്ട് കണ്ടുപിടിച്ചു എന്നാണെങ്കിൽ ഹാസ് ബീൻ ഡയഗ്നോസിസ്. സോ 2 രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഹി ഹാസ് COVID-19 അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവ്, അല്ലെങ്കിൽ ഹീസ് കോവിഡ് പോസിറ്റീവ് എന്ന് പറയാമല്ലോ അല്ലേ, ഇല്ലെങ്കിൽ ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് കോവിഡ് എന്ന് എഴുതാം. ഓക്കെ, സോ നെവർ മേക്ക് ദാറ്റ് മിസ്റ്റേക്ക് ബിറ്റ്വീൻ വാസ് ഡയഗ്നോസ്ഡ് ആൻഡ് ഹാസ് ബീൻ. റീസെൻ്റ് ഡയഗ്നോസിസിനൊക്കെ നമ്മൾ എഴുതേണ്ടത് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ആണ് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ റിസൾട്ടിനെ തുടർന്ന് ചെയ്ത കാര്യം ഹിസ് ഫാമിലി ഇൻഫോംഡ്. ഫാമിലി ഇൻഫോംഡ് എന്നാണോ എഴുതേണ്ടത്? നമ്മൾ എഴുതുകയാണ് ടുഡേ ഹിസ് ഡയഗ്നോസിസ് വാസ് കൺഫേംഡ് എന്ന് നമ്മൾ എഴുതുമല്ലോ. അപ്പം ഹിസ് ഫാമിലി ഇൻഫോംഡ് എന്നാണോ, ഫാമിലി വാസ് ഇൻഫോംഡ് എന്നാണോ വരേണ്ടത്? ഹിസ് ഫാമിലി ഇൻഫോംഡ് ഓർ ഇസ് ഇറ്റ് ഫാമിലി വാസ് ഇൻഫോംഡ്? അവൻ്റെ ഫാമിലിയെ അറിയിച്ചു എന്നാണ്. യെസ്, ഫാമിലിയെ അറിയിച്ചു എന്നാണല്ലോ. യെസ്, അപ്പോൾ വാസ് ഇൻഫോംഡ് ആണ്, പാസീവിലാണ് വരേണ്ടത് കേട്ടോ. നമ്മൾ ഫാമിലി ഇൻഫോംഡ് എന്ന് പറഞ്ഞാൽ ഫാമിലി അറിയിച്ചു എന്നാണ്. ഫാമിലി അറിയിച്ചു അല്ല, ഫാമിലിയെ അറിയിച്ചു. ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കേട്ടോ. സോ ഹിസ് ഫാമിലി വാസ് ഇൻഫോംഡ് റിഗാർഡിങ് ഹിസ് ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഹിസ് കണ്ടീഷൻ എന്ന് എഴുതാം. ദെൻ റെക്കമെൻഡഡ് ഫാമിലി ടെസ്റ്റിംഗ്, ഐസൊലേഷൻ ആൻഡ് ലീവ് ഫ്രം സ്കൂൾ ഫോർ 14 days. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഫാമിലി ടെസ്റ്റിംഗ് വാസ് റെക്കമെൻഡഡ്. കുട്ടിക്ക് ഐസൊലേഷൻ പറഞ്ഞു ആൻഡ് ലീവ് ഫ്രം സ്കൂൾ ഫോർ 14 days. നമുക്കതെങ്ങനെ സെൻറ്റൻസ് ആക്കാം? സോ ഐ വുഡ് ലൈക്ക് ടു സീ ഹൗ യു വിൽ മേക്ക് ഇറ്റ് എ സെൻറ്റൻസ്.
നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ്റെ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞത് കൊണ്ടാണ് ജസ്റ്റ് ഐ വോണ്ട് ടു ചെക്ക് വെദർ യു ഹാവ് ഇംപ്രൂവ്ഡ് വിത്ത് യുവർ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ആ റെക്കമെൻഡേഷൻസിനെ നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ആക്കാം എന്ന് പറയാമോ? ടുഡേ എന്ന് പറഞ്ഞാണ് നമ്മൾ ആ പാരഗ്രാഫ് എഴുതാൻ പോകുന്നത്. ടുഡേ ഹീ was tested for positive for COVID. His family was informed regarding his condition and recommended for family testing. യെസ് ഡേഹ, വെരി ഗുഡ് ഡൗട്ട്. ഇന്നത്തെ കാര്യമായതുകൊണ്ട് വാസ് ഇൻഫോംഡ് വേണോ ഹാസ് ബീൻ ഇൻഫോംഡ് വേണോ എന്നൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ കാര്യമായതുകൊണ്ട് സോ റെക്കമെൻഡേഷൻ ഇൻഫർമേഷൻ കഴിഞ്ഞില്ല, ഇൻഫോംഡ് എന്നുള്ള കാര്യം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വാസ് ഇൻഫോംഡ് എഴുതുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹാസ് ബീൻ ആണെങ്കിലും നോ പ്രോബ്ലം. ആ ആക്ഷൻ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞോ എന്നുള്ളത് നോക്കിയാൽ മതി കേട്ടോ, നോ പ്രോബ്ലം. ആ ഫാമിലി ടെസ്റ്റിംഗ് വാസ് റെക്കമെൻഡഡ് എന്ന് ആതിര കമൻറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, കറക്റ്റാണ്. ഐസൊലേഷൻ ആൻഡ് ലീവ് ഫ്രം സ്കൂൾ ഫോർ 14 days നമ്മുടെ മൈക്കലിനാണ് റെക്കമെൻഡ് ചെയ്തേക്കുന്നത് അല്ലേ. ഓക്കെ, സോ അപ്പോൾ അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഫാമിലിയെ ഇൻഫോം ചെയ്തു എന്നുള്ളതും ഫാമിലി ടെസ്റ്റിംഗ് റെക്കമെൻഡ് ചെയ്തു എന്നുള്ളതും സിമിലർ ആയിട്ടുള്ള ഐഡിയ ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അവരെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യാം. എന്നാൽ ഈ ഐസൊലേഷൻ ആൻഡ് ലീവ് ഫ്രം സ്കൂൾ ഫോർ 14 days ആർക്കാണ്? കുട്ടീനാണ് അല്ലേ, അതായത് മൈക്കിളിനാണ്. അപ്പോൾ അവൻ്റെ കാര്യമായിട്ട് എഴുതാം. സോ he was recommended for isolation and leave from school for 14 days എന്ന് എഴുതാം. In addition, his family was informed and recommended for testing എന്ന് എഴുതാം. ക്ലിയർ ആണോ? അപ്പോൾ എപ്പോഴും നമ്മൾ പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് ആദ്യം എഴുതേണ്ടത് അല്ലേ. നമ്മൾ പേഷ്യൻറ്റ് സെൻറ്റേഡ് ആയിട്ടാണ് ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുട്ടീൻ്റെ കാര്യം എഴുതും. പോസിറ്റീവാണെന്ന് കണ്ടുപിടിച്ചു. ഹി വാസ് റെക്കമെൻഡഡ് ഫോർ ഐസൊലേഷൻ ആൻഡ് ലീവ് ഫ്രം സ്കൂൾ ഫോർ 14 days. അവിടെ നമുക്കൊരു കണക്ടർ. അതുകൂടാതെ നമ്മൾ ചെയ്തത് എന്താണ്? ഓക്കെ, ദിവ്യ, മൈക്കൽ വാസ് റെക്കമെൻഡഡ് എന്ന് പറയാഞ്ഞത് എന്താണ്? ബോഡി പാരഗ്രാഫിൻ്റെ ഒരു കണ്ടിന്യൂറ്റി സെൻറ്റൻസ് ആയതുകൊണ്ടാണ് വീണ്ടും പേര് റിപ്പീറ്റ് ചെയ്ത് ഹി പറഞ്ഞത്. ഓക്കെ, യെസ്, എനിവേ യുവർ ഐഡിയ ഈസ് കറക്റ്റ്. And in addition, his family was informed and recommended for family testing എന്ന് എഴുതാം. ഓക്കെ, he was advised. Yes, I was about to tell that. Very good, Divya. എന്താണെന്ന് വെച്ചാൽ രണ്ടിടത്തും റെക്കമെൻഡഡ് എന്നുള്ള വെർബ് ഉപയോഗിക്കേണ്ട അല്ലേ, നമുക്ക് വെർബിനെ റിപ്പീറ്റ് ചെയ്യേണ്ട. അപ്പോൾ അവന് ഹി വാസ് അഡ്വൈസ്ഡ് ഐസൊലേഷൻ ആൻഡ് ലീവ് ഫ്രം സ്കൂൾ ഫോർ 14 days എന്നിട്ട് ഫാമിലിയുടെ കാര്യത്തിന് റെക്കമെൻഡ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സി, നമ്മൾ 180 to 200 ഉള്ള ഒരു ലെറ്ററാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ അതിൽ തന്നെ കഴിവതും വേർഡ്സിനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ പ്രൂവ് ചെയ്യുകയാണ് എൻ്റെ വൊക്കാബുലറി ഭയങ്കര ലിമിറ്റഡ് ആണ്, എനിക്ക് ഇത്രയ്ക്കൊക്കെ വൊക്കാബുലറി അറിയുള്ളൂ എന്ന്. ആ 180-ൻ്റെയും 200-ൻ്റെയും വാക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് കഴിവതും എന്താണ് ഈ റെക്കമെൻഡേഷന് പകരം നമുക്ക് അങ്ങനെ വെർബുകൾ മാറ്റി വേണം ഉപയോഗിക്കാൻ കേട്ടോ. എന്നാൽ പല കോണ്ടെക്സ്റ്റിൽ കണക്റ്റേഴ്സൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഫോർ വിച്ച് ദെർഫോർ ഒക്കെ ആണെങ്കിൽ പല കോണ്ടെക്സ്റ്റിൽ എങ്കിലും ഓൾവേസ് ബെറ്റർ നമുക്ക് ഒരു സിനോണിം അറിയാമെങ്കിൽ കഴിവതും പുതിയ വാക്കുകൾ എന്നാൽ ഫോർമലായിട്ടുള്ള വാക്കുകൾ വെച്ചിട്ട് എഴുതുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ടു മെയിൻറ്റെയിൻ ഐസൊലേഷൻ എന്ന് പറയാമല്ലോ, നോ പ്രോബ്ലം. പലർക്ക് പല രീതിയിലാണ് ലാംഗ്വേജ് നോളജ് ഉള്ളത്, പലരുടെ റൈറ്റിംഗ് സ്റ്റൈൽ പലതാണ്. നമുക്ക് എഴുതാം. ഇങ്ങനെ മാത്രമേ ലെറ്റർ എഴുതാവൂ എന്നൊരിക്കലും OIT പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ എന്തുമാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഗ്രാമർ ശരിയായിരിക്കണം, പ്ലസ് ഉപയോഗിക്കുന്ന വൊക്കാബുലറീസ് ഫോർമൽ വൊക്കാബുലറി ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോർമലായിട്ടുള്ള വൊക്കാബുലറീനെ അവോയ്ഡ് ചെയ്യണം. പ്ലസ് സ്പോക്കൺ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൈൽ പലർക്കും പറ്റുന്നതാണ്. എന്താണെന്നറിയാമോ, എഴുതും നന്നായിട്ട്, അതിൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒന്നും കാണില്ല. പക്ഷേ ഇത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് പറയുവാണെങ്കിൽ ചോദിക്കും എന്താണ് നമുക്കെപ്പോഴും സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് എങ്ങനെയാണെന്നറിയാമോ, നമ്മുടെ സംസാര ഭാഷയിലാണ്. ഓക്കെ, ആ സംസാര ഭാഷയിൽ തന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത്, റൈറ്റിങ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. സംസാര ഭാഷയും സ്പോക്കൺ ലാംഗ്വേജും രണ്ടാണ്. സോ വെൻ വി റൈറ്റ് എ ലെറ്റർ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് എലീറ്റ് ആക്കുന്നുണ്ട്. അതാണ് റിട്ടൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. യെസ്, ഓക്കെ. ഹി വാസ് റെക്കമെൻഡഡ് ഫോർ ഐസൊലേഷൻ ആൻഡ് ഹാസ് ബീൻ ലെഫ്റ്റ് ഫ്രം സ്കൂൾ
ഹാസ് ബീൻ ലെഫ്റ്റ് ഫ്രം പറ്റില്ലല്ലോ, അവനോട് നമ്മൾ റെക്കമെൻഡ് ചെയ്താണ് ലീവ് എടുക്കണം എന്ന് 14 ഡേയ്സിലോട്ട് കേട്ടോ. സോ ആൻഡ് ടു ടേക്ക് ലീവ് ഫ്രം സ്കൂൾ ഫോർ 14 ഡേയ്സ് ആണ് നല്ലത് കേട്ടോ. ഓക്കെ. Then Sonia's answer, Michael was advised for isolation and a leave for 2 weeks. Yes, exactly. 2 weeks എന്ന് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നല്ല കാര്യമാണ്. ഫോർ 2 weeks എന്ന് എഴുതാം. ഇൻ അഡീഷൻ, ആൻഡ് ഇൻ അഡീഷനും കൂടി വേണ്ട കേട്ടോ സോണിയ. സോ ആൻഡ് ഇൻ അഡീഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടിനും ഒരർത്ഥമാണ്. ആൻഡ് റിപ്പറ്റീഷൻ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ അഡീഷൻ എന്നുള്ള കണക്ടറിനെ കൊണ്ടുവരുന്നത് കേട്ടോ. സോ ആൻഡും ഇൻ അഡീഷനും കൂടെ വേണ്ട. എന്താ ചെയ്യേണ്ടത്? He was recommended for leave for 2 weeks, full stop. Then we can write in addition, comma, his family was recommended for testing and എന്നുള്ളത് എഴുതാം. ഓക്കെ. സോ ഡോണ്ട് റൈറ്റ് ആൻഡ് ഇൻ അഡീഷൻ ടുഗെദർ. യെസ് ബിൻസു, യു ആർ റൈറ്റ്. അതായത് റെക്കമെൻഡഡും അഡ്വൈസ്ഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഹി വാസ് റെക്കമെൻഡഡ് ഫോർ ഐസൊലേഷൻ ആൻഡ് ലീവ് ഫ്രം സ്കൂൾ ഫോർ 14 days ആൻഡ് ഹിസ് ഫാമിലി വാസ് അഡ്വൈസ്ഡ് ഫോർ ടെസ്റ്റിംഗ് എന്നുള്ളതും എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അവിടെ നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും അടുത്ത മാനേജ്മെൻ്റ് ആണ് കേട്ടോ. മാനേജ്മെൻറ്റ് എന്താണ്? ആൽബഡോൺ 500 mg ആദ്യം കുട്ടിക്ക് കൊടുത്ത മെഡിസിൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നത്. ദെൻ നെബുലൈസേഷൻ വിത്ത് നോർമൽ സലൈൻ ആൻഡ് ആൽബിട്രോൾ PRN 5 days more, 5 ദിവസം കൂടെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യേണ്ട മെഡിക്കേഷനെ എങ്ങനെയാണ് എഴുതുന്നത് എന്നൊന്ന് പറയാമോ? സി അവർ പേഷ്യൻറ്റ് മൈക്കൽ വാണ്ട്സ് ടു കണ്ടിന്യൂ വിത്ത് ഹിസ് മെഡിക്കേഷൻ ആൻഡ് നെബുലൈസേഷൻ ഫോർ 5 more days. എങ്ങനെ എഴുതാം? മാനേജ്ഡ് എഴുതേണ്ട. ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് മതി. ഓക്കെ, പ്രിസ്ക്രൈബ് ചെയ്ത് വിടുകയാണ് വീട്ടിലോട്ട് ഇന്നതുപോലെ ചെയ്യണമെന്നുള്ളത്. സോ മാനേജ്ഡ് വിത്തോ ട്രീറ്റഡ് വിത്തോ വേണ്ട. ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. കണ്ടിന്യൂറ്റി ഉള്ള മെഡിക്കേഷൻ ആണെങ്കിൽ ഹാസ് ബീൻ വെച്ചാണ് എഴുതേണ്ടത് കേട്ടോ. ഹി വാസ് പ്രിസ്ക്രൈബ്ഡ് ആൽബഡോൺ 500 mg ആൻഡ് നെബുലൈസേഷൻ വിത്ത് ആൽബിട്രോൾ നെസസറി ഫോർ 5 more days എന്ന് എഴുതാൻ പറ്റുകയില്ല. ഹി ഹാസ് ബീൻ റെക്കമെൻഡഡോ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡോ ആൽബഡോൺ 500 mg ആൻഡ് എന്താണ് നെബുലൈസേഷൻ വിത്ത് ആൽബിട്രോൾ ഇഫ് നെസസറി ഫോർ 5 more days എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, എപ്പോഴും കണ്ടിന്യൂറ്റി ഉള്ളതിനെ ഹാസ് ബീനിൽ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. യെസ് ഹാസ് ബീൻ കറക്റ്റ്. നീഡ്സ് ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആൽബഡോൺ ആൻഡ് ആൽബിട്രോൾ ആണെന്ന് വെച്ചോ, അത് നീഡ്സ് ടു ബി കണ്ടിന്യൂഡ് ആണോ നീഡ് ടു ബി കണ്ടിന്യൂഡ് ആണോ? പ്ലീസ് കമൻറ്റ്. ഈസ് ഇറ്റ് നീഡ്സ് ടു ബി കണ്ടിന്യൂഡ് ഓർ നീഡ് ടു ബി കണ്ടിന്യൂഡ്? ആൽബഡോൺ ആൻഡ് നെബുലൈസേഷൻ വിച്ച് നീഡ് ടു ബി കണ്ടിന്യൂഡ് ആണോ? നീഡ്സ്, നീഡ്. യെസ് ഷിജി, യു ആർ റൈറ്റ്. എന്താ നീഡ് എഴുതിയത്? രണ്ട് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പ്ലൂറലായിരിക്കുകയാണ് ആൻഡ് വെച്ച് കണക്ട് ചെയ്തപ്പോൾ. ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് കുട്ടികൾ ശ്രദ്ധിക്കാതെ എഴുതുന്ന കാര്യമാണ് കേട്ടോ. എന്നാൽ മൈന്യൂട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗ്രമാറ്റിക്കൽ എററാണ്, സീരിയസ് ഗ്രമാറ്റിക്കൽ എററാണ്. എന്താണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയും. അതായത് പ്ലൂറലായിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ എന്ത് മാത്രമേ പറ്റുള്ളൂ? പ്ലൂറൽ വെർബ് തന്നെയാണ് വെക്കേണ്ടത്. സോ രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേരെ നമ്മൾ കണക്ട് ചെയ്തിട്ട് അതാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് എങ്കിൽ നമ്മളെപ്പോഴും നീഡേ എഴുതാവുള്ളൂ. ഒറ്റ ഒരു കാര്യത്തിൻ്റെ കണ്ടിന്യൂറ്റിയാണ് പറയുന്നതെങ്കിൽ എപ്പോഴും എന്തെഴുതണം? നീഡ്സും എഴുതണം. ഹോപ്പ് യു വിൽ നോട്ട് മേക്ക് ദാറ്റ് എറർ ആസ് വെൽ ഫ്രം ദ കമ്മിങ് ഇൻ യുവർ കമ്മിങ് റൈറ്റിങ്സ്. ഓക്കെ, ഒറ്റ മെഡിസിൻ ആണെന്ന് വെച്ചോ. അപ്പോൾ ഹി ഹാസ് ബീൻ കമൻസ്ഡ് ഓൺ ആസ്പിരിൻ വിച്ച് നീഡ്സ് ടു ബി കണ്ടിന്യൂഡ് ആണ്. അതേസമയം ഹി നീഡ്സ് എന്താണ് he has been commenced on aspirin and metformin which need to be continued ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒന്നിൽ കൂടുതൽ മെഡിസിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ നീഡ് വേണം. ഓക്കെ, യെസ്, ഹോപ്പ് ദാറ്റ് ഓൾസോ ഇസ് ക്ലിയർ ഫോർ യു. ദെൻ എൻകറേജ്ഡ് ഹാൻഡ് സാനിറ്റൈസേഷൻ. സോ എൻകറേജ്ഡ് എന്നാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് ഡൗട്ട് വരാറുണ്ട്. മാനേജ്മെൻറ്റിൽ തന്നിരിക്കുന്നതെല്ലാം മാനേജ്മെൻറ്റ് പാരഗ്രാഫാണോ അതോ ഡിസ്ചാർജ് പ്ലാനിലോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് കേട്ടോ. അത് വെർബാണ് തീരുമാനിക്കുന്നത് എന്ത് കഴിഞ്ഞതാണോ ഇല്ലയോ എന്നുള്ളത്. സി എൻകറേജ്ഡ് ഹാൻഡ്
സാനിറ്റൈസേഷൻ അത് ഓൾറെഡി കുട്ടിക്ക് എൻകറേജ് ചെയ്ത് കഴിഞ്ഞു ആ നഴ്സ്. ആരാണ്? നമ്മുടെ റൈറ്റർ. സോ ഹി വാസ് എൻകറേജ്ഡ് ഹാൻഡ് സാനിറ്റൈസേഷൻ എന്നാണ് വേണ്ടത് കേട്ടോ. ബിൻസു ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് വിത്ത് എന്ന് എഴുതരുത്. പ്രിസ്ക്രൈബ്ഡിൻ്റെ കൂടെ വിത്തില്ല. ആരുടെയൊക്കെ കൂടാണ് എന്തുള്ളത്? വിത്തുള്ളത്. പ്രിസ്ക്രൈബ്ഡ് വിത്ത് എന്ന് നമ്മൾ പറയുമോ? റെക്കമെൻഡഡ് വിത്ത് എന്ന് പറയുമോ? അഡ്മിനിസ്ട്രേർഡ് വിത്ത് എന്ന് പറയുമോ? ഇല്ല. ഇതിൻ്റെ ഒന്നും കൂടെ എന്തില്ല? വിത്തില്ല. ദെൻ ടെൽ മീ വിത്ത് വിച്ച് ഓൾ മെഡിക്കേഷൻ വർബ് വി വോണ്ട് ടു യൂസ് വിത്ത്? യെസ് ആതിര, കറക്റ്റ്. ട്രീറ്റഡ് വിത്ത് ശരിയാണ്. ഒരാളുടെ കൂടെ. മാനേജ്ഡ് വിത്ത്, ട്രീറ്റഡ് വിത്ത്, ഇവരുടെ രണ്ടുപേരുടെയും കൂടെയാണ് നമ്മൾ വിത്ത് ഉപയോഗിക്കുക. ബാക്കിയുള്ളവരുടെ എല്ലാം കൂടെ നമ്മൾ ആ വെർബ് പ്ലസ് മെഡിക്കേഷൻ ഡയറക്റ്റ് പോയച്ചാൽ മതി. ദർ ഇസ് നോ നീഡ് ഓഫ് വിത്ത് കേട്ടോ. യെസ് ഹി വാസ് എൻകറേജ്ഡ് ഫോർ ഹാൻഡ് സാനിറ്റൈസേഷൻ എന്നുള്ളത് ശരിയാണ്. യെസ് കറക്റ്റ്. ദെൻ പേരൻസ് നോട്ട് കൺവിൻസ്ഡ് അബൌട്ട് വാക്സിൻ ആൻഡ് നോ വൺ വെയേഴ്സ് മാസ്ക്. ഇനി പേരൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടു അവർ എന്താണ് വാക്സിനേഷനെ കുറിച്ച് അവർക്ക് എന്താണ് വറീസ് ഉണ്ടെന്ന് നമ്മൾ സോഷ്യലിൽ എഴുതിയപ്പോൾ കണ്ടാണ് അല്ലേ. സോ ഹിസ് പേരൻസ് ആർ നോട്ട് കൺവിൻസ്ഡ് അബൌട്ട് വാക്സിനേഷൻ ആൻഡ് നോ വൺ വെയേഴ്സ് എ മാസ്ക് എന്നും വേണം കേട്ടോ. മാസ്ക് വേണേ. എന്താണ് അങ്ങനത്തെ ഒരു എക്യുപ്മെൻറ്റ് അത് എണ്ണാൻ പറ്റുന്നതാണല്ലോ. അങ്ങനത്തെ എന്ത് കാര്യം വന്നാലും മേക്ക് ഷുവർ ദാറ്റ് യു പ്ലേസ് ആൻ ആർട്ടിക്കിൾ. ദെൻ നോ ബാൻ ഓൺ സോഷ്യൽ ഗ്യാതറിങ്സ് അല്ലേ. ഇവർക്ക് ഒരു ബാനും ഇല്ല, ഒരു എന്താണ് നിയന്ത്രണങ്ങളുമില്ല സോഷ്യൽ ഗ്യാതറിങ്സിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ഹെൽത്ത് എഡ്യൂക്കേറ്ററും കൂടാണ് നമ്മുടെ റീഡർ അല്ലേ. റീഡറിനെ അറിയിക്കേണ്ടതായിട്ടുണ്ടല്ലോ. സോ ഓൾ ദോസ് പോയിൻറ്റ്സ് ആർ റെലവൻ്റ് ആണ്. അപ്പോൾ സോ നമ്മൾ എഴുതാം എന്താണ് ഹിസ് പേരൻസ് ആർ നോട്ട് കൺവിൻസ്ഡ് അബൌട്ട് വാക്സിൻ അല്ലെങ്കിൽ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാക്സിനേഷൻ ആൻഡ് നോ വൺ വിയേഴ്സ് എ മാസ്ക് ആൻഡ് എന്താണ് ദേ ഹാവ് നോ ബാൻ ഓൺ സോഷ്യൽ ഗ്യാതറിങ്സ് എന്നുള്ളത് എഴുതണം. ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ ഗ്യാതറിങ്ങിൽ നിന്ന് അവർ മാറി നിൽക്കേണ്ടതായിട്ടുണ്ടല്ലോ. സോ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണത്. സോ വി വോണ്ട് ടു ഇൻക്ലൂഡ് ദാറ്റ് പോയിൻറ്റ് ആസ് വെൽ. അവിടെ ഒരു പ്രശ്നം ദേ എന്നുള്ള ഞാൻ പറഞ്ഞത് ദേ ഹാവ് നോ ബാൻ ഓൺ സോഷ്യൽ ഗ്യാതറിങ്സ് എന്നാണല്ലോ. അങ്ങനെയല്ലാതെ അവൻ്റെ ഫാമിലി എന്നുള്ള രീതിയിൽ നമുക്കതിനെ എങ്ങനെ കൊണ്ടുവരാം? Parents are not convinced about the vaccination and no one wears a mask and which has and has no ban on social gatherings. ഓക്കെ ആൻഡ് ഹാസ് നോ ബാൻ ഓൺ സോഷ്യൽ ഗ്യാതറിങ്സ് എന്ന് എഴുതിയാൽ നമുക്ക് ദേ അവരുടെ എന്നുള്ള ഒരു പ്രൊനൗണിനെ കൊണ്ടുവരാതെ ഹിസ് പേരൻസ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ അകത്ത് തന്നെ അതിനെ എഴുതാം. യെസ് ബെൻസി ശരിയാണ്. അല്ലെങ്കിൽ ഹിസ് ഫാമിലി ഹാസ് നോ ബാൻ ഓൺ സോഷ്യൽ ഗ്യാതറിങ്സ് എന്ന് എഴുതാം. യെസ് കറക്റ്റ് അതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഈ ദേ ആരാണ് എന്നുള്ളത് വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ പറയുന്നതാണ് പേഷ്യൻറ്റിൻ്റെ കണക്ഷൻ വെച്ച് എഴുതുന്ന ഹിസ് ഫാദർ അല്ലെങ്കിൽ ഹെർ ബ്രദർ അല്ലെങ്കിൽ ഹിസ് ഫാമിലി എന്നുള്ള രീതിയിൽ എഴുതി പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഓക്കെ സോ ഇതൊക്കെ മാനേജ്മെൻറ്റായിട്ട് ചെയ്തു. ദെൻ പ്ലാനാണ്. എന്തൊക്കെയാണ്? ഹിസ് ഫാമിലി ഡു നോട്ട് ഹാവ് ഇറ്റ്, ഹാസ് നോ ബാൻ. ഡു നോട്ട് ഹാവ് എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടെ സിമ്പിളാണല്ലോ ഹാസ് നോ ബാൻ എഴുതുന്നത് ദിവ്യ. ഓക്കെ ദെൻ പ്ലാൻ എന്തൊക്കെയാണ്? അസസ് ദ ഫാമിലി ഫോർ കോവിഡ് സിംറ്റംസ്. ഓക്കെ കുട്ടി ഇന്ന് സ്കൂളിൽ വന്നപ്പോഴാണല്ലോ കാര്യം നമുക്ക് പോസിറ്റീവാണെന്ന് മനസ്സിലായിരിക്കുന്നത്. സോ assessment for family is needed. Then educate family regarding hygiene practices and social distancing. അപ്പോൾ അവർക്ക് നോ ബാൻ ഓൺ സോഷ്യൽ ഗ്യാതറിംഗ് ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണം. ഹൈജീൻ പ്രാക്ടീസസിനെ കുറിച്ച് എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. സോ എഡ്യൂക്കേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പ്യുവർലി വി വോണ്ട് ടു ടേക്ക് ഓൾ ദീസ് തിങ്സ് ടു ദ പ്ലാൻ കേട്ടോ. നമുക്ക് പ്ലാൻ ഒരുമിച്ച് കൺസ്ട്രക്റ്റ് ചെയ്യാം. Then register for governmental COVID-19 vaccination campaign. Identify reason for refusal. ഓക്കെ എന്താണ് വാക്സിനേഷൻ വേണമല്ലോ അവർ, എന്നാൽ റെഫ്യൂസും ചെയ്യുന്നുണ്ടല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ ഐഡൻറ്റിഫൈ ദ റീസൺ ഫോർ റെഫ്യൂസൽ എന്താണ് എന്നുള്ളത് നോക്കണം. അതിനുശേഷം രജിസ്റ്റർ ദം ഫോർ ഗവൺമെൻറ്റൽ COVID-19 വാക്സിനേഷൻ ക്യാമ്പയിന് ചെയ്യണം. ഇത് ആര് ചെയ്യേണ്ടതാണ്? റീഡർ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ദെൻ FBARU എന്താ?
കേസ് നോട്ടിൽ അങ്ങനെ കണ്ടാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെ വായിക്കണം? വാട്ട് ഈസ് എഫ് ബാർ യു? പ്ലീസ് ടെൽ മീ. യെസ്, ഫോളോ അപ്പ് ആണ് കേട്ടോ. യെസ് ജോമോൻ, ബെൻസി, സോണിയ, എവരിവൺ, യുവർ ആൻസേഴ്സ് ആർ കറക്റ്റ്. ഹാസ് they need follow up assessment in 1 week. Yes, follow up. Refrain from religious or cultural biases. അവർക്ക് എന്തെങ്കിലും ഇനിയിപ്പം റിലീജിയസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള സെറിമണീസ്, റിഫ്രെയിൻ എന്നുള്ള വാക്ക് നമ്മൾ OET റൈറ്റിങ്ങിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുക, അവോയ്ഡ് എന്നുള്ളതാണ് മീനിങ്. അപ്പം അവോയ്ഡ് എന്നുള്ള വെർബ് ലിറ്റിൽ എന്താണ്, ഇൻഫോർമൽ ആയതുകൊണ്ട് അവോയ്ഡ് എന്ന് വരുന്ന കോണ്ടെക്സ്റ്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്, റിഫ്രെയിൻ. സോ ദിസ് മൈക്കിൾസ് ഫാമിലി വാണ്ട് ടു റിഫ്രെയിൻ ഫ്രം റിലീജിയസ് ഓർ കൾച്ചറൽ ബയസ്. അതും എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേറ്റർ ആണല്ലോ നമ്മുടെ റീഡർ, ചെയ്യേണ്ട കാര്യമാണ്. യെസ്, റിഫ്രെയിൻ സ്റ്റോപ്പ്. യെസ്, നിർത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ളതാണ്, ഒഴിവാക്കുക എന്നുള്ളതാണ് റിഫ്രെയിൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഇത്രയുമാണ് എന്തായിട്ട് വന്നിരിക്കുന്നത്, പ്ലാനായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, സി എലിസബത്ത് ഷാർലറ്റ് COVID-19 പ്രോഗ്രാം കോർഡിനേറ്റർ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേറ്റർ ആണല്ലോ. സോ അപ്പം ഹെൽത്ത് എഡ്യൂക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ എഴുതേണ്ടത്, പ്ലാനാണ് ഇനി നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. യെസ്, ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ്. നിങ്ങൾ ഈ അസസ് ദ ഫാമിലി ഫോർ COVID-19 സിംറ്റം ആണോ എഴുതേണ്ടത്, ഫാമിലി റിഗാർഡിങ് ഹൈജീൻ പ്രാക്ടീസസ് ആണോ, അതോ കുട്ടിക്ക് എന്തെങ്കിലും ഇനിയും ആവശ്യമുള്ളതായിട്ട് കേസ് നോട്ടിൽ പറയുന്നുണ്ടോ, എന്താണ് നമ്മൾ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് എന്നുള്ള നമ്മുടെ റെക്കമെൻഡേഷൻ പാരഗ്രാഫ് കഴിഞ്ഞ് ആദ്യം വെക്കേണ്ടത്. എനിവേ ഓൾ ദീസ് തിങ്സ് ആർ നീഡഡ് ടു അവർ റെക്കമെൻഡേഷൻ പാരഗ്രാഫ് അല്ലേ. ഒരു റെക്കമെൻഡേഷൻ എന്താണ് പാരഗ്രാഫ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്, കണ്ടത് അല്ലെങ്കിൽ കേസ് നോട്ടിൽ അതേ ഓർഡറിൽ എഴുതുകയല്ല ചെയ്യുന്നത്. വി വോണ്ട് ടു പ്രയോറിറ്റൈസ് ദ റെക്കമെൻഡേഷൻ പാരഗ്രാഫ് ആണല്ലോ അല്ലേ. പ്രയോറിറ്റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുൻഗണനാക്രമത്തിൽ അടുക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും നമ്മൾ നോക്കണം ഏതാണ് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഇൻഫർമേഷൻ കേസ് നോട്ടിൽ വരാറുണ്ട്. നമ്മുടെ റീഡർ ചെയ്യേണ്ടതും റീഡർ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ എപ്പോഴും അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റീഡർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമാണ് എന്തിലോട്ട് പോകേണ്ടത്, റീഡർ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തിലോട്ട് പോകേണ്ടത്. ഓക്കെ, എന്തുവായാലും ഇതൊക്കെ നമ്മുടെ റീഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ. ഓക്കെ, പിന്നെ ഇനിയും എന്താണ് പ്രയോറിറ്റി അനുസരിച്ച് എഴുതുക എന്നുള്ളതാണ്. സോ ആരുടെ കാര്യമാണ് ആദ്യം പറയേണ്ടത്, അല്ലെങ്കിൽ മൈക്കിളിന് എന്തെങ്കിലും ഇനിയും ആവശ്യമായിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞ് ഏതാണ് നമ്മളിതിൽ ആദ്യമായിട്ട് എഴുതേണ്ട പ്ലാൻ എന്നുള്ളത്. Which one is the point that you have found as the most important plan, discharge plan? ഏതാ? Performing an assessment of his family for COVID-19 symptoms would be beneficial. Yes, Adira, very good construction. ശരിയാണ്. അതാണോ ആദ്യം എഴുതണ്ടേ? നമ്മുടെ കുട്ടിക്ക് ഇനി എന്തെങ്കിലും ആവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എഡ്യൂക്കേഷൻ അബൌട്ട് പ്രിവെൻഷൻ ടെക്നിക്സ് ആൻഡ് ദെൻ ഫാമിലി. യെസ് ആണല്ലോ. എഡ്യൂക്കേറ്റ് ഫാമിലി പറയുന്നുണ്ട്, റിഗാർഡിങ് ഹൈജീൻ പ്രാക്ടീസസ് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ് പറയുന്നുണ്ട്. ഫോർത്ത് വൺ, യെസ് കറക്റ്റ്, എക്സാക്ട്ലി ഷജിനി. ഫോളോ അപ്പ് അസസ്മെൻറ്റ് ഇൻ 1 week. ആർക്ക് വേണ്ടതാണ്? നമ്മുടെ കുട്ടീന് വേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാമല്ലോ അതാണ് ആദ്യം എഴുതേണ്ടത്. Okay, so it would be appreciated if you could provide a follow-up assessment for Michael in 1 week. പിന്നെ ഫോളോ അപ്പ് അസസ്മെൻറ്റ് പോസിറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാണല്ലോ വേണ്ടത്. ഫാമിലിയെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കിപ്പോഴേ പറഞ്ഞു വെക്കാൻ പറ്റുമോ ഫാമിലിക്കും ഫോളോ അപ്പ് എന്നുള്ളത്? നോ. അപ്പോൾ നമുക്ക് കുട്ടീൻ്റെ കാര്യം എഴുതി വെച്ചാൽ മതി. ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് പ്രൊവൈഡ് ഫോളോ അപ്പ് അസസ്മെൻറ്റ് ഫോർ മൈക്കിൾ ഇൻ 1 week എന്നുള്ളത് എഴുതാം, നോ പ്രോബ്ലം. യെസ്, പിന്നെ ബാക്കിയൊക്കെ ഫാമിലിയാണ്. അടുത്തായിട്ട് നമുക്ക് എന്തോ എഴുതാം, അസസ് ദ ഫാമിലി ഫോർ കോവിഡ് സിംറ്റംസ് എന്നുള്ളതാണ് അടുത്തതായിട്ട്. അതും നമുക്ക് വേണമെങ്കിൽ കണക്റ്റ് ചെയ്ത് എഴുതാം കേട്ടോ.
ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് അസസ് ദ ഫാമിലി ഫോർ കോവിഡ് സിംറ്റംസ് എന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്നുള്ള ഒരു പ്രയോറിറ്റി വരുമ്പോഴത്തേക്കിന് അത് വേണമെങ്കിൽ നമുക്ക് എഴുതാമല്ലോ അല്ലേ. സോ പക്ഷേ ഒരു കാര്യം എഴുതിയേച്ചാൽ മതി. എങ്ങനെ എഴുതാം? കുട്ടീൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ പറയണം. റോജർ മൈക്കിൾ എന്നായിരുന്നല്ലോ നമ്മുടെ കുട്ടീൻ്റെ പേര്. അപ്പോൾ എങ്ങനെ എഴുതാം? ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് അസസ് മിസ്റ്റർ മൈക്കിൾസ് ഫാമിലി ഫോർ കോവിഡ് സിംറ്റംസ് എന്ന് വേണമെങ്കിലും എഴുതാം. എന്താണെന്നറിയാമോ? ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം അതല്ലേ. മറ്റേത് കുട്ടിക്ക് 1 വീക്കിൽ ചെയ്യേണ്ടതാണ്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കുട്ടിക്ക് വേണ്ടത് ഫോളോ അപ്പ് അസസ്മെൻറ്റ് ഇൻ 1 വീക്ക് എന്നുള്ളതാണ്. എന്നാൽ അത് 1 വീക്കിലാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? അസസ് ദ ഫാമിലി ഫോർ COVID-19 സിംറ്റംസ്. 2 കേസും ശരിയാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. പക്ഷേ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മിസ്റ്റർ മൈക്കിൾസ് ഫാമിലി ഫോർ കോവിഡ് സിംറ്റംസ് എന്ന് എഴുതാം. ക്ലിയർ ആണോ? എന്നിട്ട് പ്ലീസ് അസസ് ഹിം ഇൻ 1 വീക്ക് എന്ന് എഴുതാം. ഓക്കെ. കൈൻഡ്ലി വെച്ച് എഡ്യൂക്കേറ്റ് ഫാമിലി റിഗാർഡിംഗ് ഹൈജീൻ പ്രാക്ടീസസ് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ളതൊന്ന് കൺസ്ട്രക്ട് ചെയ്യാമോ? കൈൻഡ്ലി എന്നുള്ള റെക്കമെൻഡേഷൻ ഫ്രേസ് വെച്ച് ആ സെക്കൻഡ് പോയിന്റ് എഡ്യൂക്കേറ്റ് ഫാമിലി റിഗാർഡിംഗ് ഹൈജീൻ പ്രാക്ടീസസ് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ളത് എങ്ങനെ നമുക്കൊരു സെൻറ്റൻസ് ആക്കാം? Could you please comment how we can construct that sentence with kindly? So in the coming classes, we will have discussion on sentence construction with the different recommendation phrases. Recommendation phrases വെച്ച് എങ്ങനെ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാമെന്നുള്ളൊരു ക്ലാസ് നമുക്ക് നെക്സ്റ്റ് വീക്ക് ചെയ്യാം. എങ്ങനെ വരും? കൈൻഡ്ലി വെച്ചൊന്ന് കൺസ്ട്രക്റ്റ് ചെയ്യാമോ എന്നാണ് ചോദിച്ചത്. ക്യാൻ യു? സ്നേഹ ജോസ്, കൈൻഡ്ലി എഡ്യൂക്കേറ്റ് ഹിസ് ഫാമിലി റിഗാർഡിംഗ് ഹൈജീൻ. യെസ്, കറക്റ്റാണ്. സിനി, കൈൻഡ്ലി കോമ എഡ്യൂക്കേറ്റ് ഹിസ് ഫാമിലി റിഗാർഡിംഗ്. സിനി, കൈൻഡ്ലി കഴിഞ്ഞിട്ട് കോമ ഉണ്ടോ? പ്ലീസ് ടെൽ മീ വെദർ ദർ ഈസ് കോമ നീഡഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കൈൻഡ്ലി. ഉണ്ടോ? കൈൻഡ്ലി പ്ലീസ് എന്നുള്ള കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ ഉണ്ടോ? ഇല്ല കേട്ടോ. യെസ് കോമ ഇല്ല. കോമ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വെർബാണ് കൈൻഡ്ലി പ്ലീസിൻ്റെ കൂടെ വരുന്നത്. കൈൻഡ്ലി എഡ്യൂക്കേറ്റ്, പ്ലീസ് എഡ്യൂക്കേറ്റ്. എന്തിൻ്റെ കൂടെ മാത്രമേ കോമയുള്ളൂ? പ്ലീസ് നോട്ട്, കൈൻഡ്ലി നോട്ട് എന്നുള്ളതിൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ എന്ത്? കോമ കേട്ടോ. യെസ്. അപ്പോൾ രണ്ടും എഡ്യൂക്കേറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ 2 പോയിൻറ്റ്സും എഡ്യൂക്കേറ്റ് ആണ്. എഡ്യൂക്കേറ്റ് ഫാമിലി റിഗാർഡിംഗ് ഹൈജീൻ പ്രാക്ടീസസും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എഡ്യൂക്കേറ്റ് ഫോർ COVID-19 പ്രിവെൻഷൻ ടെക്നിക്സ്. എപ്പോഴും നമ്മൾ കൺസൈസ്നെസ് ഓഫ് ദ ലെറ്റർ നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരേ വെർബിൻ്റെ അകത്ത് കൊണ്ടുവരേണ്ട ആൾക്കാരെ കണക്ട് ചെയ്താണ് എഴുതേണ്ടത്. അങ്ങനെയാണ് എല്ലാവരും എനിക്ക് ആൻസറും ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. എങ്ങനെയാണ് വരേണ്ടത്? കൈൻഡ്ലി എഡ്യൂക്കേറ്റ് ഹിസ് ഫാമിലി റിഗാർഡിംഗ് ഹൈജീൻ പ്രാക്ടീസസ് കോമ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആൻഡ് COVID-19 പ്രിവെൻഷൻ ടെക്നിക്സ് എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, രണ്ടും എഡ്യൂക്കേറ്റ് അല്ലേ? യെസ്. പിന്നെ അടുത്തത് എങ്ങനെ എഴുതാം നമുക്ക്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് വെച്ച് രജിസ്റ്റർ ഫോർ ഗവൺമെൻറ്റൽ COVID-19 വാക്സിനേഷൻ എഴുതാമല്ലോ അല്ലേ? എഴുതാമോ? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് വെച്ച്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു രജിസ്റ്റർ ഫോർ ഗവൺമെൻറ്റൽ COVID-19 വാക്സിനേഷൻ ക്യാമ്പയിൻ ആൻഡ് ടു ഐഡൻറ്റിഫൈ റീസൺ ഫോർ റെഫ്യൂസൽ. ആദ്യം ഐഡൻറ്റിഫൈ റെഫ്യൂസലാണ് എഴുതേണ്ടത് കേട്ടോ. എപ്പോഴും അങ്ങനെ ഒരു ഓർഡർ നമ്മൾ നോക്കുന്നത് എപ്പോഴും നല്ലതാണ് നമ്മുടെ ഓർഗനൈസേഷന് മാർക്ക് കിട്ടാൻ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഐഡൻറ്റിഫൈ ദ റീസൺ ഫോർ റെഫ്യൂസൽ ആൻഡ് രജിസ്റ്റർ ഫോർ ഗവൺമെൻറ്റൽ COVID-19 വാക്സിനേഷൻ ക്യാമ്പയിൻ എന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫാമിലി ഈസ് വറീഡ് അബൌട്ട് എന്താണ് വാക്സിനേഷൻ പ്രോഗ്രാം എന്നുള്ളത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ ഒരു കാര്യം കൂടെ നമുക്ക് എഴുതാനുണ്ട് അല്ലേ? റിഫ്രെയിൻ ഫ്രം റിലീജിയസ് ഓർ കൾച്ചറൽ ബയസസ് എന്നുള്ളത് എങ്ങനെ എഴുതാം? ഏത് റെക്കമെൻഡേഷൻ ഫ്രേസ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും? അല്ലെങ്കിൽ ഹൗ ക്യാൻ വി റൈറ്റ് ദാറ്റ് റെക്കമെൻഡേഷൻ? റിയ, കൈൻഡ്ലി എഡ്യൂക്കേറ്റ് ഹെർ ഫാമിലി അല്ല ഹിസ് ഫാമിലി. ജെൻഡർ ചേഞ്ച് വരുത്തരുത് പ്ലീസ്. Please refrain his family from
റിലീജിയസ് ഓർ കൾച്ചറൽ ബയസസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ പ്ലീസ് നോട്ട് വെച്ചാണെങ്കിൽ പ്ലീസ് നോട്ട് ഹീ നീഡ്സ് ടു റിഫ്രെയിൻ ഫ്രം റിലീജിയസ് ഓർ കൾച്ചറൽ ബയസസ് എന്നും എഴുതാം. പ്ലീസ് നോട്ട് കഴിഞ്ഞാണെങ്കിൽ സബ്ജക്റ്റ് വരണം. ഹീ എന്നോ ഷീ എന്നോ ഉള്ള നൗണോ പ്രൊനൗണോ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ ഒരു ജെറൻറ്റോ എന്തും പ്ലീസ് നോട്ട് കഴിഞ്ഞിട്ട് വരണം. അല്ലാതെ എന്ത് മാത്രം വരരുത്, വെർബ് വരരുത്. പ്ലീസ് നോട്ട് ഹീ നീഡ്സ് ടു റിഫ്രെയിൻ ഫ്രം റിലീജിയസ് ഓർ കൾച്ചറൽ ബയസസ് എന്നുള്ളത്. COVID-19 എഡ്യൂക്കേറ്റർ ആൻഡ് കോർഡിനേറ്ററാണ്. അപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ എന്ത് റിഫ്രെയിൻ ചെയ്യാമെന്നുള്ളത്. സോ ആ എഡ്യൂക്കേഷൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അതല്ല നമ്മുടെ കുട്ടിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്നുള്ളതും എഴുതാം കേട്ടോ. സൂസൻ പ്ലീസ് നോട്ട് ഹീ നീഡ്സ് റിഫ്രെയിൻ ഫ്രം റിലീജിയസ് ഓർ കൾച്ചറൽ ബയസസ് ശരിയാണ്. പക്ഷേ പ്ലീസ് നോട്ടിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കണം. നമ്മളിപ്പോൾ പറഞ്ഞു എന്തായിരുന്നു? പ്ലീസ് നോട്ട് കഴിഞ്ഞ് കോമയുണ്ട്. Then kindly refrain his family from religious or cultural biases. Kindly കഴിഞ്ഞ് കോമ ഇല്ല ആതിര. പ്ലീസ് നോട്ട് കൈൻഡ്ലി നോട്ട് കഴിഞ്ഞ് മാത്രമേ കോമ പ്ലേസ് ചെയ്യുകയുള്ളൂ. പ്ലീസ് കൈൻഡ്ലി എന്ന് ഡയറക്റ്റ് ആണ് എങ്കിൽ ദർ ഈസ് നോ കോമ കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി പോവുകയാണ്. ഒന്നുകൂടെ ഐ റിപ്പീറ്റ് അഗെയിൻ റെക്കമെൻഡേഷൻ ഫ്രേസസിൽ പ്ലീസ് നോട്ട് കൈൻഡ്ലി നോട്ട് കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ എന്ത് കോമ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ വി ഹാവ് ഡെൽറ്റ് വിത്ത് ദ ലെറ്റർ. അപ്പോൾ നമ്മൾ എന്നാൽ ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞില്ല അല്ലേ. ഇൻട്രൊഡക്ഷൻ എന്താണ്? ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത് നമ്മൾ കണ്ടീഷൻ പറഞ്ഞു. പർപ്പസ് വേർഡ് എന്താണ്? കണ്ടിന്യൂയിങ് കെയർ ആണോ? It is important to identify the reason for vaccine refusal and register them for. Very good, Devu. Nice construction. And register them for governmental COVID-19 vaccination campaign. Nice. He needs to refrain from religious or cultural bias. Yes, Jomon, correct. നമ്മൾ ഗോയിങ് ബാക്ക് ആണല്ലേ. ഇനി ഇൻട്രൊഡക്ഷനിലെ പർപ്പസ് വേർഡാണ് ഞാൻ ചോദിച്ചത്. അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ റോജർ മൈക്കൽ ഹു റിക്വയർസ്. പെട്ടെന്നൊന്ന് പറഞ്ഞ് ഹു റിക്വയർസ് എന്തായിരുന്നു? കേസ് നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പർപ്പസ് വേർഡ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്താണ് പോകുന്നത്. ബട്ട് വി ഹാവ് ഡിസ്കസ് ദ പർപ്പസ് വേർഡ്. എന്താണ് നിങ്ങൾക്ക് തോന്നിയ പർപ്പസ് വേർഡ്? പ്ലീസ് കമൻറ്റ്. എനിവേ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഫോർ us to write കണ്ടിന്യൂയിങ് കെയർ അല്ലേ. കണ്ടിന്യൂയിങ് കെയർ കൊടുത്തുകൊണ്ടിരുന്ന കെയർ അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് കേട്ടോ. ഇതങ്ങനെയല്ല. അസസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഫർദർ അസസ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് എന്ന് എഴുതാം. നോ പ്രോബ്ലം. ഫർദർ കെയർ ആൻഡ് സപ്പോർട്ട് എന്ന് എഴുതാം. അതൊക്കെ ഫർദർ എന്നുള്ള വാക്ക് വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഫർദർ അസസ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് അല്ലെങ്കിൽ ഫർദർ കെയർ ആൻഡ് അസിസ്റ്റൻസ്. യെസ്, ഫർദർ അസസ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. വെരി ഗുഡ്. എഡ്യൂക്കേഷനാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും വരുന്നത് അല്ലേ. യെസ്, ഫർദർ അസസ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതൊക്കെ എന്താണ് പർപ്പസ് വേർഡായിട്ട് നമുക്ക് എഴുതാം. അപ്പം ഇങ്ങനെ ഇന്നത് എന്നൊന്നുമില്ല. നമ്മൾ റീഡർ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കേസ് നോട്ടിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പർപ്പസ് ആക്കാം. പിന്നെ വലിയൊരു ചേഞ്ച് നഴ്സിന് അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡോക്ടറിന് കണ്ടിന്യൂയിങ് കെയർ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. അല്ലാതെ കോണ്ടെക്സ്ച്വലി പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, യെസ്, മെനി ഹാസ് കം അപ്പ് വിത്ത് ഫർദർ അസസ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. വെരി ഗുഡ്. കറക്റ്റാണ്, എഴുതാം. പിന്നെ സപ്പോർട്ട് ആൻഡ് എഡ്യൂക്കേഷൻ അതും ശരിയാണ്. ഫർദർ കെയർ ആൻഡ് അസസ്മെൻറ്റ് തന്നിട്ടുണ്ട്. യെസ്, അതും ശരിയാണ്. നോ പ്രോബ്ലം. വെരി ഗുഡ് ഇൻ കൺസ്ട്രക്ഷൻ. ഓക്കെ, പിന്നെ നമ്മൾക്ക് എന്താ കണ്ടീഷൻ എഴുതുന്നത്? ഹി ഹാസ് COVID-19 അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് COVID-19 എഴുതാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോയത്. പിന്നെ നമ്മൾ സോഷ്യൽ എഴുതിയായിരുന്നു. സോഷ്യൽ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. പിന്നെ ഫാമിലിയുടെ വറീസ് റിഗാർഡിംഗ് ഉണ്ട്. പിന്നെ ഈ കേസ് നോട്ട് പോയത് എങ്ങനെയാണ്? പ്രസൻറ്റഡ് വിത്ത് ദ കംപ്ലയിൻറ്റ്സ് ഓഫ് കുറേ സിംറ്റംസ് നമ്മൾ കണ്ടു. അതിൽ കൗണ്ടബിൾ അൺകൗണ്ടബിൾ ഏതാണെന്ന് നമ്മൾ കണ്ടതാണ്. അതെഴുതി. പിന്നീട് സസ്പെക്റ്റഡ് ടു ഹാവ് എഴുതേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ കൺഫേം ചെയ്തു. അതിന് കൊടുത്ത മാനേജ്മെൻറ്റ് എങ്ങനെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഹോപ്പ് ദിസ് കേസ് നോട്ട് ഈസ് യൂസ്ഫുൾ ഫോർ യു ആൻഡ് യു ഗോട്ട് ആൻ ഐഡിയ ഓഫ് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ. ഞാനിന്ന് കൂടുതൽ ഇത് ചെയ്തതും കോൺസെൻട്രേറ്റ് ചെയ്തതും യുവർ സെൻറ്റൻസ് കൺസ്ട്രക്ഷനിലായിരുന്നു കേട്ടോ. Okay, yes. Can we write following in introduction other than for?
ഫോളോയിങ് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ എഴുതാം, നോ പ്രോബ്ലം. അത് കറക്റ്റ് ഫോളോയിങ് ആയിരിക്കണം എന്നുള്ളത് തന്നെ. ഓക്കെ, സോ ഹോപ്പ് ദിസ് കേസ് നോട്ട് ഈസ് വെരി മച്ച് ക്ലിയർ ഫോർ യു. സോ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഇതൊന്ന് ലെറ്റർ എഴുതണം കേട്ടോ, എഴുതി നോക്കണം. അതായത് ഓർഗനൈസേഷൻ ശരിയാവുന്നുണ്ട്, വേർഡ് ലിമിറ്റ് എങ്ങനെയാണോ എന്നുള്ളത് ക്ലിയർ ആക്കുക. അത് ഇപ്പോൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, സോ വി വിൽ മീറ്റ് അഗെയിൻ വിത്ത് അനദർ ലൈവ് സെഷൻ ഓൺ നെക്സ്റ്റ് മൺഡേ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും റെക്കമെൻഡേഷൻ ഫ്രേസിൻ്റെ കൺസ്ട്രക്ഷനും ഒക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനിവേ now it's time to wind up. Hope this is a useful class for you in organization and in sentence construction. We will meet you again. Thank you so much everyone. Thank you.